ഒരു റൗണ്ടില്ലേ ഇവിടെ ഇത്രയും ബ്ലോക്ക് ഇല്ലാതെ ഒരു ദിവസം പോലും ഇവിടെ കടന്നു പോയിട്ടുണ്ടാവില്ല പെരിന്തൽമണ്ണ അല്ലേ? കോഴിക്കോട്ടേക്ക് ഉണ്ടാവുകയാണത്. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ, ഉമ്മയും കുട്ടികളും പോയി നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലോക്ക് വരുന്ന സ്ഥലം കേട്ടോ. പക്ഷെ റോഡിൽ തീരെ ആളുകളില്ല. സൺഡേ ആവുകൊണ്ടായിരിക്കാം. ഇടോ സനാബസിനെ കുറിച്ച് എന്താ പറയാ? എന്താ പറയാ സനാബസ്? ഇതില്ലേ ഈ ഇതില്ലേ എന്താ പേര്? ഇതാണ് അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറത്തിലും എല്ലാ ബ്ലോക്കില് പെട്ട് നിൽക്കുന്ന സ്ഥലം കേട്ടോ. പക്ഷെ ഇന്നും ഇവിടെ നല്ല ബ്ലോക്ക് ഇല്ലാതെ പോകാൻ പറ്റും. ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്, കോഴിക്കോട് പോവുകയാണ്. എല്ലാവരും പാടെ ഫാമിലി ആയിട്ടാണ് പോണത്. അങ്ങോട്ട് കണ്ടോ? ബാക്കത്തെ ആൾക്കാർ നമ്മളെ കാത്തിട്ട് നിക്കണേ. ബാക്കത്തെ ആൾക്കാർ കാൽക്കാരുടെ മുമ്പിലുണ്ട്. നമ്മള് വേറെ ഓട്ടക്കാരൻ ബ്ലോക്ക് ഇട്ടില്ലേ? എന്നാലും കുടിച്ചോ. ഇത്രയും സാധനം ഉണ്ട്, കുടിക്കടി. നമ്മളോടൊപ്പം കോഴിക്കോട്ടേക്ക് വേറൊരാളും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും എടുത്താ ഇടതാരാണ്? എത്ര 100 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേറെ ജില്ലയിലെത്താണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഹോട്ടലില് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇവരെ നമ്മൾ ഒഴിവാക്കും. അപ്പോഴുള്ള അവസ്ഥ ആലോചിച്ചേക്കാം. അതായത് നമ്മളെ വീട്ടില് ഇവന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടാവും. എവിടെ? നമ്മളെ വീട്ടിലുണ്ടാവും. ഇവൻ കോഴിക്കോട് വന്നതിന് ഇനി എന്താ ചെയ്യാന്നുള്ളതാണ്. നാശതൊക്കെ കുഞ്ഞമ്മത്തിയത് നല്ല അതൊക്കെ പച്ച കളർ ഉണ്ടോ? പച്ച കളറ് നല്ല മീനായിരിക്കും. പച്ച കളർ. ഞങ്ങൾ നേരെ അവിടുന്ന് എക്സ്പ്രസ് ഹാർബറിൽ വന്നിട്ടോ. അയിലാണുള്ളത്. നമുക്ക് വല്ല സൂതല്ല കേദറ പോലത്തെ മീൻ വരുമെന്ന് ജസ്റ്റ് നോക്കണം. അമ്മ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരാം? വൃത്തിയില്ലല്ലോ. ആ അതൊക്കെ ചെറിയ മത്തിയാണ്. ചെറിയ മത്തി ഏതാ? അതെല്ലാം കുഞ്ഞമത്തിയാണ്. എന്താ പറ മത്തി തന്നെ കിട്ടണ? ഈ വള്ളത്തുനിന്ന് എടുക്കല്ലേ? ഇത് കടലാണ് അതിൻ്റെ അപ്പുറത്തേ. ഇതിൽ എനിക്കൊരു കോമഡി തോന്നിയ എന്താ പറയുക, ഈ മീനൊക്കെ പോകുന്നത് കർണാടക കേട്ടോ. ഈ വണ്ടിയൊക്കെ കർണാടക വണ്ടികളാണ്. ഈ നിൽക്കുന്ന ഈ ഒരു കണ്ടെയ്നർ മൊത്തം കർണാടക. അങ്ങനെ നമ്മൾ അവിടുന്ന് പുതിയാപ്പ ഹാർബർക്ക് വന്നു കേട്ടോ. മഞ്ഞുമല ഉണ്ടോ? മഞ്ഞുമല ഇതാ ഈ ഐസാണ് ഇടുക മീൻക്ക്. ഈ ഐസില്ലേ, ഇതാണ് മീൻക്ക് ഇടുക. മീൻ വെട്ടിക്ക് ഇടുന്നത് ഐസ്. ഫോട്ടോ എടുക്കേ. ഉമ്മാക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതം കേട്ടോ, ഈ ഹാർബറും ബീച്ചൊക്കെ. ഇതൊക്കെ എന്താ? ഇത് ഉണക്കമീനിക്ക് പോകണമായിരുന്നു അല്ലേ? ഇത് ഉണക്കമീനിക്ക് പോകണമായിരിക്കും. ഫോർട്ട് കൊച്ചിയിലും നീണ്ടകാരെന്ന് വരുന്ന പോലത്തെ മീനൊന്നും പെടില്ല അല്ലേ? എത്ര ചെറിയ മത്തിന്ന് അവിടെ ഐലേകളുണ്ടായിരുന്നു അപ്പുറത്തെ ഹാർബറിൽ. അതും ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് ചാവി എടുക്കും. ചാവി ബാഗിലാ. ഇവിടെ പോവാ. വണ്ടി ലോക്കല്ലായിരുന്നു. വണ്ടി ലോക്കല്ലായിരുന്നു പറയാം. ഇവിടെ ഫുള്ള് ബംഗാളികളാണ്. മീനിന്റെ എന്താലേ അവരൊക്കെ ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇപ്പൊ ഈ ഐസ് നടക്കുന്ന ബോട്ടുകളല്ലേ, ഈ ബോട്ടുകളൊക്കെ ഐസ് നടക്കുന്ന ബോട്ടില്ലേ,
ആ ബോട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ ദിവസം വരും. പക്ഷെ ശരിക്കും നമ്മൾ കണ്ട ചെറുക്കുഞ്ഞു മത്തിയൊക്കെ മത്തിയൊന്നും ഐസിടാത്ത മത്തിയാണ്. പക്ഷെ ആ വലിയ ബോട്ടിൽ ഒരാഴ്ച ഐസിട്ട മീൻ തന്നെയാണ് വരിക. നമ്മൾ ഐസില്ലാത്ത മീൻ ഹാർബറിൽ പോയി കിട്ടുമെന്ന് പറയില്ലേ, അത് ഇവരൊക്കെ എന്താ വെച്ചാൽ സൂത ചൂര അങ്ങനത്തെ മീൻ പിടിക്കാനാണ് അവർ പോണത്. എന്താ കുഞ്ഞു വള്ളങ്ങളിലാണ് കുഞ്ഞു മീനും കിട്ടുന്നത്. എന്നാലും നമുക്ക് ഇവിടുന്ന് പോവാം. അതല്ല കോരി എടുത്തിലൊന്നുമില്ല, അപ്പൊ ഈ വള്ളത്തിൽ നിന്ന് എടുക്കുകയാണ്. ഞങ്ങൾ നേരെ ബീച്ചിൽ വന്നു കേട്ടോ. അവിടെ നിന്ന് മീൻ പരിപാടിയൊക്കെ നിർത്തി. ബീച്ചിൽ നല്ല തിരണ്ട് കേട്ടോ. ഒരെണ്ണം മേടിക്കാട്ടോ, എന്നിട്ട് എല്ലാവരും കൂടെ പറത്താട്ടോ. പറ എന്ത് കഴിച്ചു? എടാ ഒരു ഐസ് വരണ്ടേ മധുരം 4 പൈനാപ്പിൾ വാങ്ങാം. മസാല നമ്മൾ കാണാം. മകത് വേണോ? പൈനാപ്പിളാണേ മകൊന്ന് കൊടുക്ക. എന്തേ ടേസ്റ്റ് ഉണ്ടാവും?